പോകാമേനി നമുക്ക് പോകാമേനി കുഞ്ഞാട്ടിൻ പിന്നാലെ പോകാമേനി നാടില്ല വീടില്ല കൂടുമില്ല കൂടെ വരാനേറെ ആളുമില്ല നാടില്ല വീടില്ല കൂടുമില്ല കൂടെ വരാനേറെ ആളുമില്ല മോടിയുള്ള വസ്ത്രം മേനിമേൽ ചുറ്റുവാൻ മോടിയുള്ള വസ്ത്രം മേനിമേൽ ചുറ്റുവാൻ ഏനമില്ലെങ്കിലും ആനന്ദം നമുക്ക് പോകാം ഇനി നമുക്ക് പോകാമേനി കുഞ്ഞാട്ടിൻ പിന്നാലെ പോകാമേനി പോകാമേനി നമുക്ക് പോകാമേനി കുഞ്ഞാട്ടിൻ പിന്നാലെ പോകാമേനി കഷ്ടതയാകുന്ന നൽവാരത്തെ അപ്പൻ നമുക്കായി ഏകിയല്ലോ കഷ്ടതയാകുന്ന നൽവാരത്തെ അപ്പൻ നമുക്കായി അങ്ങേകിയല്ലോ തൃക്കയ്യാൽ വാഴ്ത്തേത്ത രുംനവനപാത്രം തൃക്കയ്യാൽ താങ്ങിന രുംനവനപാത്രം ഒക്കെ കുടിച്ചു നാം അക്കരെ പോകണം പോകാമേനി നമുക്ക് പോകാമേനി കുഞ്ഞാട്ടിൻ പിന്നാലെ പോകാമേനി പോകാമേനി നമുക്ക് പോകാമേനി കുഞ്ഞാട്ടിൻ പിന്നാലെ പോകാമേനി കുഞ്ഞാടിനെ എങ്ങും പിന്തുടരാം കന്യാകമാരാകും നാമേ വരും കുഞ്ഞാടിനെ എങ്ങും പിന്തുടരാം കന്യാകമാരാകും നാമേ വരും കുന്നുമലകളും വന്യമൃഗങ്ങളും കുന്നുമലകളും വന്യമൃഗങ്ങളും ഒന്നും കണ്ടാരുമേ പിൻവാങ്ങി പോകല്ലേ പോകാമേ നമുക്ക് പോകാമേനി കുഞ്ഞാട്ടിൻ പിന്നാലെ പോകാമേനി പോകാമേനി നമുക്ക് പോകാമേനി കുഞ്ഞാട്ടിൻ പിന്നാലെ പോകാമേനി കല്ലുണ്ടോ മുള്ളുണ്ടോ കാഠിന്യമാം മുള്ളും സഹിക്കണം നാമിനിയും കല്ലുണ്ടോ മുള്ളുണ്ടോ കാഠിന്യമാം മുള്ളും സഹിക്കണം നാമിനിയും ഉച്ച വെളിച്ചത്തെ കൊള്ള ചെയ്തിടുന്ന ഉച്ച വെളിച്ചത്തെ കൊള്ള ചെയ്തിടുന്ന കള്ള സഹോദരനുള്ളതിനാൽ വേഗം പോകാമേനി നമുക്ക് പോകാമേനി കുഞ്ഞാട്ടിൻ പിന്നാലെ പോകാമേനി പോകാമേനി നമുക്ക് പോകാമേനി കുഞ്ഞാട്ടിൻ പിന്നാലെ പോകാമേനി പോകാമേനി നമുക്ക് കുഞ്ഞാട്ടിൻ പിന്നാലെ പോകാമേനി നമുക്ക് കുഞ്ഞാട്ടിൻ പിന്നാലെ പാടാം നവീന സംഗീതങ്ങളാർപ്പോടെ പോകാം ഇനി നമുക്ക് പോകാമേനി കുഞ്ഞാട്ടിൻ പിന്നാലെ പോകാമേനി പോകാമേനി നമുക്ക് പോകാമേനി കുഞ്ഞാട്ടിൻ പിന്നാലെ പോകാമേനി. കർത്താവിന്റെ പരിശുദ്ധമായ നാമം വീണ്ടും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പലക്കാലവും ദൈവത്തിൽ കടന്നു വരുവാൻ, കർത്താവിനെ ആരാധിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തിന് മാറ്റമില്ലാത്ത തിരുവചനം കേൾക്കുവാൻ ഒരവസരം കൂടി ദൈവം നമുക്ക് ദാനമായി തന്ന ദൈവത്തിന് നമ്മളോട് തോന്നിയ വലിയ കരുണയ്ക്കും കൃപയ്ക്കും ദയയ്ക്കുമായി ഇന്ന് പലക്കാലം നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ കർത്താവിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. എത്രമാത്രം നമുക്ക് സ്തുതിച്ചാലും എത്രമാത്രം പാടിയാലും മതിയാകാത്ത വിധത്തിലുള്ളതായ നന്മകളും അനുഗ്രഹങ്ങളും വാക്യത്വങ്ങളുമാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ പകൽക്കാലവും പിന്നെയും ഹല്ലേലൂയ പോകാം, നമുക്കിനി പോകാം.
കുഞ്ഞാടിൻ്റെ പിന്നാലെ പോകാം. ദൈവത്തിന് സ്തോത്രം ചെയ്തു. കാരണം കല്ലുണ്ട്, മുള്ളുണ്ട്, കള്ളുണ്ട് ഈ നാട്ടിൽ. പ്രൈസലോ ഇതൊന്നുമില്ലാത്ത ആ രക്ഷകൻ്റെ പിന്നാലെ പോകുവാൻ ദൈവം നമ്മളെയും പിന്നെയും മാടി വിളിക്കുന്നു. കർത്താവിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം ചെയ്തു. ഓരോ ദിവസവും ദൈവത്തിൻ്റെ വചനം നമുക്ക് പ്രബോധിപ്പിക്കുന്നത്, നമുക്ക് ആലോചന തരുന്നത് കർത്താവിനെ പിന്തുടരുക, ദൈവത്തെ അനുകരിക്കുക, ദൈവത്തെ അനുഗമിക്കുക എന്നുള്ളതായ ദൈവത്തിൻ്റെ സന്ദേശമാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് ഈ പലക്കാലം പിന്നെയും ആ ദൈവത്തിൻ്റെ വാദമെടുത്തെങ്കിൽ ആയിരിക്കാൻ കർത്താവിൻ്റെ പിന്നാലെ പോകുവാൻ നമുക്ക് ഈ ലോകത്തിൽ അനുഗമിക്കുവാൻ പറ്റിയ ഒരൊറ്റ ആൾ മാത്രമേ ഉള്ളൂ. അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. അത് നമ്മുടെ രക്ഷകനാണ്. ആ രക്ഷകനെ മാത്രമേ നമുക്ക് അനുഗമിക്കുവാനും പിന്തുടരുവാനും പിൻചെല്ലുവാനും കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. കാരണം അവനാണ് നമ്മളെ വിളിച്ചത്, അവനാണ് നമ്മളെ രക്ഷിച്ചത്, അവിടെ നിന്നാണ് നമ്മളെ പരിപാലിച്ചത്, അവിടെ നിന്നാണ് നമ്മളെ സൂക്ഷിക്കുന്നത്, അവിടെ നിന്നാണ് നമ്മളെ കരങ്ങളെ പിടിക്കുന്നത്. കല്ലുണ്ട്, മുള്ളുണ്ട് ഈ നാട്ടിൽ. പ്രൈസലോ കള്ളുണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതിൻ്റെ മധ്യത്തിൽ ദൈവത്തിന് പകരെ ഞാനും നിങ്ങൾ നിൽക്കണമെങ്കിൽ ദൈവകൃപ ഒന്നും മാത്രം നമുക്ക് ആവശ്യമായിരിക്കുന്നു. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അതുകൊണ്ട് ഇന്ന് പലക്കാലം പിന്നെയും നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുൻപാകെ ദൈവം നമ്മളോട് എന്താ സംസാരിക്കുന്നത്, വചനം എന്താണ് നമുക്ക് തരുന്നതായ ഉപദേശം, വചനം എന്താണ് നമുക്ക് തരുന്നതായ ദൈവത്തിൻ്റെ സന്ദേശം, അത് ഈ ദിവസങ്ങളായി കേട്ടുകൊണ്ട് ബലത്തോടെ ശക്തിയോടെ മുന്നേറുവാൻ ദൈവാത്മാവ് ഇന്ന് പലക്കാലം നമ്മളെ സഹായിക്കുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. നമുക്ക് യേശുവിൻ്റെ പിന്നാലെ പോകാം. പ്രൈസലോ. വളരെ പാട്ടുണ്ടല്ലോ, ഞാൻ യേശുവിൻ പിന്നാലെ പോകുക. ദൈവത്തിന് സ്തോത്രം. ലോകമെൻ്റെ പിൻപേ ക്രൂശൻ്റെ മുൻപേ. ഹല്ലേലൂയ. അപ്പോൾ ലോകത്തെ പിൻപിൽ എറിഞ്ഞുകൊണ്ട് ക്രൂശിനെ മാത്രം ധ്യാനിച്ചുകൊണ്ട് ക്രൂശിനെ മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് ജീവിക്കുന്നതായ ഒരു ദൈവത്തിൻ്റെ പൈതലിന് മാത്രമേ ഹല്ലേലൂയ ശക്തിയോടെ മുന്നേറുവാൻ കഴിയത്തുള്ളൂ എന്നുള്ള കാര്യം നാം മറന്നു പോകല്ലേ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം ചെയ്തു. ഇന്ന് പലക്കാലം എനിക്കും നിങ്ങൾക്കും ആശ്വാസം തരുന്നതും എന്നെയും നിങ്ങളെയും പ്രത്യാശയിലേക്കും അല്ലെങ്കിൽ വഴികാട്ടിയായിരിക്കും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനമാണ്. ആ വചനത്തിന് മുൻപാകെ അല്പനിമിഷം ഇരിക്കുവാൻ, അല്പനിമിഷം കേൾക്കുവാൻ ദൈവം നമ്മുടെ ജീവിതത്തിൽ നല്ലൊരു അവസരം തന്നതിനായി ഇന്ന് പലക്കാലം ഞാൻ ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. 142 സങ്കീർത്തനത്തിൻ്റെ 4 വാക്യം വായിക്കുമ്പോൾ ഇപ്രകാരമാണ് കാണുന്നത്. സങ്കീർത്തനം 142:2. ദൈവത്തിന് സ്തോത്രം. വലത്തോട്ട് നോക്കി കാണണമേ, എന്നെ അറിയുന്നവർ ആരുമില്ലല്ലോ. ശരണമെനിക്ക് പൊയ്പോയിരിക്കുന്നു, എൻ്റെ പ്രാണന് വേണ്ടി കരുതുന്നവർ ആരുമില്ല. പ്രൈസലോ. ഹല്ലേലൂയ. പ്രൈസലോ. വലത്തോട്ട് നോക്കി എന്ത് ചെയ്യണം? കാണണമേ. വലത്തോട്ട് നോക്കി കാണണമേ, എന്നെ അറിയുന്നവർ ആരുമില്ലല്ലോ. ശരണമെനിക്ക് പൊയ്പോയിരിക്കുന്നു, എൻ്റെ പ്രാണന് വേണ്ടി ആരും കരുതുന്നില്ല. ദൈവത്തിന് സ്തോത്രം ചെയ്തു. എവിടേക്ക് പോകണം, എങ്ങോട്ട് യാത്ര ചെയ്യണം എന്നോർത്ത് മാനവജാതി മുഴുവനും കലങ്ങിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ താഴടിയായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ദൈവത്തിന് സ്തോത്രം ചെയ്തു. ദൈവത്തിൻ്റെ മറ്റുമില്ലാത്ത വചനം നമുക്ക് വഴികാട്ടിയായി നിന്നുകൊണ്ട്, നമുക്കൊരു ഉപദേശനായി നിന്നുകൊണ്ട് ദൃഷ്ടി വെച്ച് നമുക്ക് ആലോചന പറഞ്ഞു തരുന്നു. ഹല്ലേലൂയ. ആ വചനത്തിൻ്റെ ശക്തി എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എന്താണ് ദൈവത്തിന് വചനം നമ്മളെ പ്രബോധിപ്പിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് വഴികാട്ടിയായി നിൽക്കുന്നത് എന്താണ്, അതിന് ഒരുക്കാലം കേട്ടുകൊണ്ട് ധൈര്യത്തോടെ മുന്നേറുവാനാണ് ദൈവാത്മാവ് നമുക്ക് പ്രചോദനം തരുന്നത്. ഇവിടെ നാം വായിച്ചു കേട്ടതായ വേദഭാഗം, വലത്തോട്ട് നോക്കി കാണണമേ, ശരണം എനിക്ക് പൊയ്പോയിരിക്കുന്നു. ഈ ഒരു കാലഘട്ടത്തിൽ മനുഷ്യവർഗം മുഴുവൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു കാര്യമാണ് ശരണം പോയി. ആരിൽ ശരണപ്പെടും, ആരിൽ ആശ്രയിക്കും, ആരാണ് നമുക്ക് ശരണമായിട്ടുള്ളത്, അല്ലെങ്കിൽ ആരാണ് നമുക്ക് വഴികാട്ടിയായിട്ടുള്ളത്, ആരാണ് നമുക്ക് നല്ല വഴി കാണിച്ചു തരുന്നത്, ആരാണ് നമുക്ക് നേർവഴി കാണിച്ചു തരുന്നത്, ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തരുന്നത് ആരാണ്? ഇന്ന് പലക്കാലം ഞാനും നിങ്ങളും അറിയണം, മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ വചനം മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? നല്ല വഴികാട്ടിയായി നിൽക്കുന്നത്. ഇവിടെ സങ്കീർത്തനക്കാരനായ ദാവീദ് പറയുകയാണ്, ദൈവത്തിന് സ്തോത്രം, വലത്തോട്ട് നോക്കി എന്ത് ചെയ്യണം? കാണണമേ. അപ്പോൾ വലത്തോട്ട് നോക്കി കാണണമെന്ന് പറയുമ്പോൾ വലത്ത് വശത്ത് എന്തോ വിശേഷതയുണ്ട്, വലത്ത് ഭാഗത്ത് എന്തോ പ്രത്യേകതയുണ്ട്, വലത്ത് ഭാഗത്ത് നമുക്ക് എന്തോ നമ്മളെ ആശ്വസിപ്പിക്കുന്നതും നമ്മളെ വഴി നടത്തുന്നതുമായ എന്തോ കാര്യം നമ്മുടെ വലത്ത് ഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം ചെയ്തു. ഹല്ലേലൂയ. പിന്നെ ദൈവത്തിന് വരെ നമുക്ക് കാണുന്നത്, അറിയുന്നത്, നാം പഠിക്കുന്നത്
മുന്നോട്ട് പോവുക. പ്രൈസലോ, വലത്തോട്ട് നോക്കുക, മുന്നോട്ട് പോകുക, പുറകോട്ട് നോക്കരുത്. പ്രൈസലോ, അതുകൊണ്ട് ഇന്ന് പലക്കാലം ദൈവത്തിൻ്റെ ആലോചന നമുക്ക് തരുന്നത് ഹല്ലേലൂയ എന്താണ്? വലത്തോട്ട് നോക്കുക, വലത്തോട്ട് പോവുക, വലത്തോട്ട് നോക്കി രക്ഷ പ്രാപിക്കുക. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ. കാരണം എന്താ? ശരണം എനിക്ക് പോയിപ്പോയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. എന്നെ അറിയുന്നവർ ആരുമില്ല. അപ്പോൾ എന്നെ അറിയുന്നവർ ആരുമില്ല എന്ന് സങ്കീർത്തനക്കാരൻ ദാവീദോട് പറയുമ്പോൾ അതിൻ്റെ മേൽഭാഗം വായിക്കുന്ന ഇപ്രകാരമാണ്: വലത്തോട്ട് നോക്കുക എന്ന് പറഞ്ഞാൽ വലത്തോട്ട് നോക്കിയാൽ ശരണപ്പെടാൻ കൊള്ളാവുന്നവൻ, ആശ്രയിക്കുവാൻ വകയുള്ളവൻ, ആശ്രയിക്കുവാൻ അല്ലെങ്കിൽ ചാരുവാൻ. പ്രൈസലോ, നമുക്കൊരു നല്ല താണിയായി, നല്ല സഹായകനായി എവിടെയുണ്ട്? നമ്മുടെ വലത്ത് ഭാഗത്തുണ്ട്. അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞത്, നിങ്ങൾ വലത്തോട്ട് നോക്കി എന്ത് ചെയ്യണം? പ്രൈസലോ, യാത്ര തുടരണം. ഹല്ലേലൂയ. അപ്പോൾ വലത്ത് ഭാഗത്ത് നമുക്ക് എന്തോ വിശേഷതയുണ്ട്, എന്തോ പ്രത്യേകതയുണ്ട്. കാരണം എന്താ? ശരണം എനിക്ക് പോയിപ്പോയിരിക്കുന്നു. മുൻപിൽ നമുക്ക് വഴി കാണുവാൻ നാം ബന്ധപ്പെടുന്നു. മുൻപിൽ നമുക്ക് മുന്നോട്ട് യാത്ര ചെയ്യുവാൻ നാം മടിച്ചു നിൽക്കുന്നു. കാരണം എന്താ? ശരണം, ആശ്രയം എനിക്ക് പോയി. സകല മനുഷ്യരുടെയും ആശ്രയം ഒടിഞ്ഞുപോയി, ആശ്രയം തകർന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമല്ലയോ ഇത്? ഈ ഒരു കാലഘട്ടത്തിലും ഇന്ന് പലക്കാലം ദൈവത്തിന് മാറ്റമില്ലാത്ത വചനം പറയുന്നു, നിനക്കാരും ശരണം പ്രാപിക്കുവാൻ കഴിയുന്നില്ല എങ്കിലും, ആരിലും നിനക്ക് ആശ്രയിക്കുവാൻ കഴിയുന്നില്ല എങ്കിലും, ആരിലും നിനക്ക് അഭയം പ്രാപിക്കുവാൻ കഴിയുന്നില്ലെങ്കിലും, പ്രിയ ദൈവമക്കളെ, എന്നെ കേൾക്കുന്ന മാന്യമിത്രമേ, ഇന്ന് പലക്കാലം ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയട്ടെ, വലത്തോട്ട് നോക്കി കാണുക. ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഹല്ലേലൂയ. അടുത്ത ഭാഗം വായിക്കുന്നത്, എൻ്റെ പ്രാണന് വേണ്ടി ആരും എന്ത് ചെയ്യുന്നില്ല, കരുതുന്നില്ല. ആരാണ് നമുക്ക് വേണ്ടി കരുതുവാനുള്ളത്? ശരണം നമുക്ക് മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ഹല്ലേലൂയ. ശരണപ്പെടുവാൻ മറ്റാരെയും നമുക്ക് കാണുവാൻ കഴിയുന്നില്ല, ആശ്രയിക്കുവാൻ വേറെ ആരുമില്ല. പ്രൈസലോ, ആ ഒരു കാലഘട്ടത്തിലാണ് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം നമ്മളോട് പറയുന്നത്. എന്താണ്? പ്രൈസലോ, വലത്തോട്ട് നോക്കി എന്ത് ചെയ്യണം? കാണണം. എന്താണ് വലത്തോട്ട് നോക്കി നമുക്ക് കാണുവാനുള്ളത്? 109 സങ്കീർത്തനം എടുക്കാം. 109 സങ്കീർത്തനം. ഹല്ലേലൂയ. 109 സങ്കീർത്തനം അതിൻ്റെ 31 വാക്യം വായിക്കുമ്പോൾ, അവൻ എളിയവനെ ശിക്ഷയ്ക്ക് വിധിക്കുന്നവരുടെ കയ്യിൽ നിന്നും രക്ഷിപ്പാൻ അവൻ്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്തു. 109 സങ്കീർത്തനം 31 വാക്യം ഇന്ന് പലക്കാലം നമ്മളെ ആശ്വസിപ്പിക്കുന്ന എന്താണ്? അവൻ എളിയവനെ ശിക്ഷയ്ക്ക് വിധിക്കുന്നവരുടെ കയ്യിൽ നിന്ന് രക്ഷിപ്പാൻ അവൻ്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നു. വലത്തുഭാഗത്ത് ഒരാൾ നിൽക്കുന്നു നമുക്ക് വേണ്ടി. എന്തിനാണ് നമുക്ക് വേണ്ടി നിൽക്കുന്നത്? എളിയവനെ ശിക്ഷയ്ക്ക് വിധിക്കുവാൻ. പ്രൈസലോ, ഒരുവൻ കാത്തിരിക്കുമ്പോൾ ഇന്ന് പലക്കാലം ദൈവത്തിൻ്റെ വചനം നീ മറന്നു പോകാതെ കരുതിക്കൊള്ളുക. ഹല്ലേലൂയ. രക്ഷിപ്പാൻ അവൻ നമുക്ക് വലത്തുഭാഗത്തുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ വലത്തുഭാഗത്ത് നമുക്ക് രക്ഷിക്കുന്നവനായ, നമ്മളെ സഹായിക്കുന്നവനായ ഒരുവനുള്ളപ്പോൾ, അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞിരിക്കുന്നത് എന്താണ്? നിങ്ങൾ വലത്തോട്ട് നോക്കി എന്ത് ചെയ്യണം? പ്രൈസലോ, കാണണമേ. കാണാനുള്ളവൻ, കാണാൻ പറ്റുന്നവൻ, ആശ്രയിക്കുവാൻ പറ്റുന്നവൻ, ചാരുവാൻ പറ്റുന്നവൻ ഒരു വ്യക്തി എവിടെയുണ്ട്? നമ്മുടെ വലത്തുഭാഗത്തുണ്ട്. അതുകൊണ്ട് ഇത് പലക്കാലം ഞാനും നിങ്ങളും എവിടേക്ക് നോക്കണം? ആ വലത്തുഭാഗത്തേക്ക് നോക്കണം. ഇവിടെ പറയുന്ന ദൈവത്തിന് സ്തോത്രം, അവൻ എളിയവനെ ശിക്ഷയ്ക്ക് വിധിക്കുന്നവരുടെ കയ്യിൽ നിന്ന് രക്ഷിപ്പാൻ. നമ്മളെ നിന്ദിക്കുന്നവരുടെ കയ്യിൽ നിന്നും, നമ്മളെ പരിഹസിക്കുന്നവർ, നമ്മളെ സഹായിക്കാത്തവർ, നമ്മളെ തിരിഞ്ഞു നോക്കാത്തവർ, പ്രൈസോ, നാം വിളിച്ചിട്ടും കേൾക്കാത്തവർ, നാം ആശ്രയിക്കാമെന്ന് കരുതിയ വരരും പിന്മാറി നിൽക്കുമ്പോൾ, അവരെല്ലാം നമുക്ക് ശിക്ഷ വിധിക്കുമ്പോൾ, ഇന്ന് പലക്കാലം ദൈവത്തിൻ്റെ പകരം നീ ഓർക്കണം, വിധിക്കുന്നവരുടെ കയ്യിൽ നിന്ന് രക്ഷിപ്പാൻ അവൻ വലത്തുഭാഗത്ത് നിൽക്കുന്ന. ദൈവത്തിന് സ്തോത്രം. നിനക്ക് വേണ്ടി വാദിക്കുന്നവൻ, നിനക്ക് വേണ്ടി കരുതുന്നവൻ, നിനക്ക് വേണ്ടി പ്രൈസലോ നിന്നെ സഹായിക്കുവാൻ കഴിവുള്ളവനായ ഒരു കർത്താവ് ഇന്ന് പലക്കാലം നിന്റെ വലത്തുഭാഗത്തുണ്ട്. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.
അതുകൊണ്ട് എന്ത് ചെയ്യണം? വലത്തോട്ട് നോക്കി എന്ത് ചെയ്യണം? കാണണമേ. വലത്തുഭാഗത്ത് എഴുവന്നിരിക്കുന്നു. അവനെ എന്ത് കാണണം? അവനെ അറിയണം. അവൻ ആരാണെന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്തു. 118 സങ്കീർത്തനത്തിൻ്റെ 15ഉം 16ഉം വാക്യം വായിക്കുമ്പോൾ 118 സങ്കീർത്തനം 15ഉം 16ഉം വാക്യങ്ങൾ, പ്രൈസ് ദി ലോർഡ്. ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും കോശം നീതിമാന്മാരുടെ കൂടാരങ്ങളിലുണ്ട്. യഹോവയുടെ വലങ്കൈ വീര്യം പ്രവർത്തിക്കുന്നു. യഹോവയുടെ വലങ്കൈ ഉയർന്നിരിക്കുന്നു. യഹോവയുടെ വലങ്കൈ വീര്യം പ്രവർത്തിക്കുന്നു. ഞാൻ മരിക്കയില്ല, ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ എന്ത് ചെയ്യും? വർണ്ണിക്കും. എന്നെയും നിങ്ങളെ എത്ര ആശ്വസിപ്പിക്കുന്ന വചനമാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. ഹല്ലേലൂയ. ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും കോശം നീതിമാന്മാരുടെ കൂടാരങ്ങളിലുണ്ട്. നമുക്കറിയാം, ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും കോശം കുറേ നാളുകളായിട്ട് ഇല്ലാതിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. കാരണം അവർക്ക് സന്തോഷിക്കുവാൻ കഴിയുന്നില്ല, ആനന്ദിക്കുവാൻ കഴിയുന്നില്ല, ഉല്ലസിക്കുവാൻ കഴിയുന്നില്ല, ചിരിക്കുവാൻ പോലും കഴിയുന്നില്ല, സന്തോഷിപ്പാൻ കഴിയാത്തൊരു കാലഘട്ടം. എന്നാൽ ഇത് വരക്കാൻ ദൈവത്തിന് വരെ നീ അറിയണം എന്താണ്? ഹല്ലേലൂയ. യഹോവയുടെ വലങ്കൈ നിനക്ക് വേണ്ടി വീര്യം പ്രവർത്തിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അവൻ്റെ ബലമുള്ള കരം, അവൻ്റെ ആണിപ്പഴുതുള്ള കരം, അവൻ്റെ തുളയ്ക്കപ്പെട്ട കരം, നമുക്ക് വേണ്ടി രക്തം ചിന്തിയതായ അവൻ്റെ കരം ഇന്ന് വലക്കാരം എന്താണ്? യഹോവയുടെ വലങ്കൈ എനിക്കും നിങ്ങൾക്കും വേണ്ടി വീര്യം പ്രവർത്തിക്കുന്ന ദൈവത്തിന് സ്തോത്രം. വീര്യം പ്രവർത്തിക്കുന്ന ഒരു കരം, പ്രൈസ് ദി ലോർഡ്. അവൻ്റെ വലങ്കൈ, ഹല്ലേലൂയ. ആ ദൈവത്തിൻ്റെതായ വലങ്കൈ, ബലമുള്ള കരം, ആശ്രയിക്കുവാൻ പറ്റിയ കരം, ചാരുവാൻ പറ്റിയ കരം, താങ്ങുവാൻ പറ്റിയ കരം, മുറുകെ പിടിക്കുവാൻ പറ്റിയ കരം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവൻ്റെ വലങ്കൈ എന്ത് ചെയ്യുന്നു? വീര്യം പ്രവർത്തിക്കുന്നു. ശിക്ഷയ്ക്ക് വിധിക്കുവാൻ ആഗ്രഹിക്കുന്ന ജനത്തിൻ്റെ മുൻപിൽ ഇന്ന് വരക്കാലം ദൈവത്തിന് പകരം നീ ഓർത്തുകൊള്ളണം. യഹോവയുടെ വലങ്കൈ നിനക്ക് വേണ്ടി വീര്യം പ്രവർത്തിക്കുന്നു. ഹല്ലേലൂയ. കുറ്റം പറയുവാൻ, നിന്ദിക്കുവാൻ, അപമാനിക്കുവാൻ, ദുഷി പറയുവാൻ, പള്ളു പറയുവാൻ ആഗ്രഹിക്കുന്ന ജനത്തിന് നടുവിൽ ദൈവത്തിന് പകരം ഇന്ന് വരക്കാലം നീ ഓർത്തുകൊള്ളണം. യഹോവയുടെ വലങ്കൈ നിനക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു? വീര്യം പ്രവർത്തിക്കുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. യഹോവയുടെ വലങ്കൈ ഉയർന്നിരിക്കുന്നു. താണിരിക്കുന്ന കരമല്ല ദൈവത്തിൻ്റെ കരം. പ്രൈസ് ദി ലോർഡ്. ഉയർന്നിരിക്കുന്ന ദൈവത്തിൻ്റെ ബലമുള്ള കരം, ആശ്രയിക്കുവാൻ പറ്റിയ കരം, ചാരുവാൻ പറ്റിയ കരം, താങ്ങുവാൻ പറ്റിയ കരം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. യഹോവയുടെ വലങ്കൈ എന്ത് ചെയ്യുന്നു? എനിക്കും നിങ്ങൾക്കും വേണ്ടി ഇന്ന് വരക്കാലവും വീര്യം പ്രവർത്തിപ്പാനും ശക്തനാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. യഹോവയുടെ വലങ്കൈ എന്ത് ചെയ്തിരിക്കുന്നു? ഉയർന്നിരിക്കുന്നു. യഹോവയുടെ വലങ്കൈ വീര്യം പ്രവർത്തിക്കുന്നു. ഞാൻ മരിക്കയില്ല, ജീവനോടെ ഇരുന്ന് ദൈവത്തിൻ്റെ പ്രവൃത്തികളെ വർണ്ണിക്കും. പ്രൈസ് ദി ലോർഡ്. ജീവിക്കുവാൻ ആഗ്രഹമില്ല, നിരാശ വന്ന് മൂടുമ്പോൾ, നാം താഴടിയായി പോകുമ്പോൾ, നാം തകർന്നു പോകുമ്പോൾ, ഇന്ന് വരക്കാലം ദൈവത്തിന് മാറ്റമില്ലാത്ത വചനം വ്യക്തമായി വ്യക്തിപരമായിട്ട് നിങ്ങളോട് സംസാരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. യഹോവയുടെ വലങ്കൈ നിനക്ക് വേണ്ടി വീര്യം പ്രവർത്തിക്കും. ഏതെല്ലാം വിഷയത്തിന് വേണ്ടിയാണ് ഭാരപ്പെടുന്നത്, ഏതെല്ലാം വിഷയങ്ങളാണ് അലട്ടുന്നത്, പ്രൈസ് ദി ലോർഡ്, മുൻപോട്ട് പോകുവാൻ കഴിയാതെ വണ്ണം ഏതെല്ലാം വിഷയങ്ങളാണ്, പ്രൈസ് ദി ലോർഡ്, പലതും അഭിമുഖീകരിക്കുവാൻ പ്രയാസമാണ്, പലതും തരണം ചെയ്യുവാൻ ബുദ്ധിമുട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. എങ്കിലും ഇന്ന് വലക്കാർ ദൈവത്തിന് പകരം നീ ഓർത്തുകൊള്ളണം. യഹോവയുടെ വലങ്കൈ നിനക്ക് വേണ്ടി വീര്യം പ്രവർത്തിക്കുന്ന ഒരു കരമുണ്ട്. ആര് സംരക്ഷിക്കും? ആര് സഹായിക്കും? എൻ്റെ ഈ അവസ്ഥ ആരോട് പറയും? മറ്റുള്ളവർ പറയുവാൻ എനിക്ക് കഴിയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. എൻ്റെ കടഭാരത്തിനെ ആര് രക്ഷിക്കും? ഹല്ലേലൂയ. എൻ്റെ കുഞ്ഞുങ്ങളുടെ വിഷയം ആര് നിവർത്തിച്ചു തരും? പ്രൈസ് ദി ലോർഡ്. എൻ്റെ ബാങ്ക് ലോണ് എങ്ങനെ വീട്ടുവാൻ കഴിയും? നഷ്ടപ്പെട്ട ജോലി എനിക്ക് എങ്ങനെ തിരിച്ചു കിട്ടും? എൻ്റെ കുഞ്ഞുങ്ങളെ എങ്ങനെ പഠിപ്പിക്കും? അവർക്ക് എങ്ങനെ ഫീസ് കൊടുക്കും? എങ്ങനെ വാടക കൊടുക്കും? വീട്ടു ചെലവുകൾ എങ്ങനെ നടക്കും? പ്രൈസ് ദി ലോർഡ്. എന്നോർത്ത് വ്യാകുലപ്പെട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ വചനേ, ഇന്ന് വരക്കാലം ദൈവത്തിൻ്റെ വചനം വ്യക്തമായി സംസാരിക്കുന്നു. വലത്തോട്ട് നോക്കി കാണുക. എന്താണ്? യഹോവയുടെ വലങ്കൈ നിനക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു? വീര്യം പ്രവർത്തിക്കുന്നു. യഹോവയുടെ വലങ്കൈ ഉയർന്നിരിക്കുന്നു. താണിരിക്കുന്ന ഒരു കരമല്ല നമ്മുടെ ദൈവത്തിൻ്റെ കരം. ക്ഷീണിച്ചു പോകുന്ന ഒരു കരമല്ല നമ്മുടെ ദൈവത്തിൻ്റെ കരം. ആശ്വസിപ്പിക്കുന്ന ഒരു കരം, തലോടുന്നൊരു കരം, മാറോട് ചേർത്ത് അണയ്ക്കുന്ന ഒരു കരം, നമ്മുടെ കണ്ണുനീർ തുടയ്ക്കുന്ന ഒരു വലങ്കരം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നാം ദുഃഖിക്കുമ്പോൾ നമ്മളോട് കൂടെ ദുഃഖിക്കുന്നവൻ, നമ്മളെ തലോടുന്ന കരം, ആശ്വാസത്തിൻ്റെ വാക്ക് പറഞ്ഞിരുന്ന ഒരു കരം. യഹോവയുടെ വലങ്കൈ നിനക്ക് വേണ്ടി വീര്യം പ്രവർത്തിക്കുന്ന. വലത്തോട്ട് നോക്കി കാണണം. പ്രൈസ് ദി ലോർഡ്. അത് നിന്റെ സമീപയുണ്ട്. പിന്നെന്തിനാ ഭാരപ്പെടുന്നത്?
അവൻ നിന്റെ അടുക്കലുണ്ട്, പിന്നെന്തിനാ വേദനിക്കുന്നത്? അത് എപ്പോഴും നിന്നെ സഹായിക്കുവാൻ അവൻ്റെ വലങ്കരം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആ വലത്തോട്ട് നോക്കി നീ ഒന്ന് രക്ഷപ്പെടുക, വലത്തോട്ട് നോക്കി നീ ഒന്ന് ജയമെടുക്കുക. ഇന്ന് വലക്കാലം ദൈവത്തിൻ്റെ വരത്തിന് ശക്തി ഏറ്റെടുക്കുക. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ. പിന്നെ ഇവിടെ പറയും, ഞാൻ മരിക്കുകയില്ല, ഞാൻ ജീവനോടിരുന്ന് ദൈവത്തിൻ്റെ പ്രവൃത്തികളെ വർണ്ണിക്കും. എന്താ കാര്യം? യഹോവയുടെ വലങ്കൈ വീര്യം പ്രവർത്തിക്കുന്നു. യഹോവയുടെ വലങ്കൈ എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി ഉയർന്നിരിക്കുന്നു. യഹോവയുടെ വലങ്കരം ഇന്നും എനിക്കും നിങ്ങൾക്കും വേണ്ടി, ഞാനും നിങ്ങളും ഭാരപ്പെടുന്ന വേദനിക്കുന്ന ആ വിഷയത്തിന്മേൽ പ്രവർത്തിക്കുവാൻ ദൈവത്തിൻ്റെ വലങ്കരം എനിക്കും നിങ്ങൾക്കും വേണ്ടി ഈ പകൽക്കാലം, ഈ കേൾക്കുന്ന നിമിഷം നമ്മളോട് കൂടെയുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണ്ട? ഭാരപ്പെട്ടു പോകേണ്ട ആവശ്യമില്ല. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ. ഞാൻ മരിക്കുകയില്ല, ജീവനോടിരുന്ന് ദൈവത്തിൻ്റെ പ്രവൃത്തികളെ വർണ്ണിക്കും. എന്താ കാര്യം? യഹോവയുടെ വലങ്കൈ എനിക്ക് വേണ്ടി ഉയർന്നിരിക്കുന്നു. യഹോവയുടെ വലങ്കൈ എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. 73-ാം സങ്കീർത്തനം നമുക്ക് വായിക്കാം. 73-ാം സങ്കീർത്തനം അതിൻ്റെ 23-ാം വാക്യം. 73-ാം സങ്കീർത്തനം, ഹല്ലേലൂയ, അതിൻ്റെ 23-ാം വാക്യം. പ്രൈസ് ദി ലോർഡ്. പ്രകാരം കാണുന്നു, എന്നിട്ടും ഞാൻ എപ്പോഴും നിന്റെ അടുക്കൽ ഇരിക്കുന്നു, നീ എന്നെ വലങ്കൈക്ക് പിടിച്ചിരിക്കുന്നു. നിന്റെ ആലോചനയാൽ നീ എന്നെ നടത്തും, പിന്നത്തേതിന് മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളും. സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ, ഭൂമിയിലും നിന്നെ അല്ലാതെ ഞാൻ ഒന്നും ആഗ്രഹിക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആ 73-ാം സങ്കീർത്തനത്തിൻ്റെ അവസാന 2 വാക്യങ്ങൾ ഇപ്രകാരം കാണുന്നു. ഹല്ലേലൂയ. 28-ാം വാക്യം, എന്നാൽ ദൈവത്തോട് അടുത്തിരിക്കുക എനിക്ക് നല്ലത്, നിന്റെ സകല പ്രവൃത്തികളെയും വർണ്ണിക്കേണ്ടത് ഞാൻ യഹോവയായ കർത്താവിനെ എൻ്റെ സങ്കേതമാക്കിയിരിക്കുന്നു. കാരണം എന്താ? അവൻ്റെ വീര്യമുള്ള കരം, അവൻ്റെ അത്ഭുതത്തിൻ്റെ കരം, അവൻ്റെ വലങ്കരം എനിക്കും നിങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എന്നിട്ടും ഞാൻ എപ്പോഴും നിന്റെ അടുക്കലിരിക്കുന്നു. അതിൻ്റെ മേൽഭാഗത്തിൽ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ആസാബ് പറയുന്നത്, പ്രൈസ് ദി ലോർഡ്, അവരുടെ അന്തം എന്താകുമെന്ന് ഞാൻ ചിന്തിച്ചു. നിശ്ചയമായും നീ അവരെ വഴുവഴുപ്പ് നിർത്തുന്നു, നീ അവരെ നാശത്തിൽ തള്ളിയിടുന്നു. എത്ര ക്ഷണത്തിൽ അവർ ശൂന്യമായി പോയി, അവർ മരിച്ചുകളാൽ ശേഷം ഒടിഞ്ഞു പോയിരിക്കുന്നു. ഉണരുമ്പോൾ സ്വപ്നത്തെ പോലെ കർത്താവേ, നീ ഉണരുമ്പോൾ അവരുടെ രൂപത്തെ തുച്ഛീകരിക്കും. ഇതെല്ലാം പറഞ്ഞിട്ട് പ്രൈസ് ദി ലോർഡ് ആസാബ് പറയുകയാണ്, ഇങ്ങനെ എൻ്റെ ഹൃദയം വ്യസനിക്കുകയും എൻ്റെ അന്തരംഗത്തിൽ കുത്തുകൊള്ളുകയും ചെയ്തപ്പോൾ ഞാൻ പൊട്ടനൊന്നും അറിയാത്തവനുമായിരുന്നു, നിന്റെ മുൻപിൽ മൃഗം പോലെ ആയിരുന്നു. എന്നിട്ടും പ്രൈസ് ദി ലോർഡ്, കാരണം എന്താ? അവൻ്റെ വലങ്കരം എനിക്കും നിങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കും. ഇത്രയെല്ലാം ക്ലേശങ്ങളും കഷ്ടതകളും സഹിച്ചിട്ടും അവൻ ധൈര്യപ്പെടുക, ബലം പ്രാപിക്കുക. ഹല്ലേലൂയ. എന്നിട്ടും ഇത്രമാത്രം വേദനയിൽ കൂടി കടന്നു പോയിട്ടും ദൈവത്തിൻ്റെ ബദലേന്ന് വറുക്കാൻ നിനക്കും എനിക്കും പറയുവാൻ കഴിയും. എന്നിട്ടും എൻ്റെ കഷ്ടതയിൽ കൈവിടാത്തവൻ അവൻ്റെ വലങ്കരം എനിക്ക് വേണ്ടി പിടിക്കുന്നു, അവൻ്റെ നീട്ടിയ കരം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. ഹല്ലേലൂയ. നിന്റെ ആലോചനയാൽ നീ എന്നെ നടത്തും, പ്രൈസ് ദി ലോർഡ്, പിന്നത്തെ മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളും. സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ, ഭൂമിയിലും നിന്നെ അല്ലാതെ ഞാൻ ഒന്നും ആഗ്രഹിക്കുന്നില്ല. കാരണം എന്താ? നീ എന്നെ വലങ്കൈക്ക് പിടിച്ചിരിക്കുന്നു. പിന്നെ എന്തിനാ ഭാരപ്പെടുന്നത്? പിന്നെ എന്തിനാ ഭാരമേറ്റിക്കൊണ്ട് നടക്കുന്നത്? പിന്നെ എന്തിനാണ് വേദനിക്കുന്നത്? ഇന്ന് വലക്കാലം ദൈവത്തിന് സ്തോത്രം, നീ എന്നെ വലങ്കൈക്ക് പിടിച്ചിരിക്കുന്നു. അവൻ്റെ വലങ്കരം കിട്ടിയാണ് നമ്മുടെ വലങ്കൈക്ക് അവൻ പിടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ബദലേ നീ എന്ത് ചെയ്യേണ്ട? വേദനിക്കേണ്ട ആവശ്യമില്ല, നീ ദുഃഖിക്കേണ്ട ആവശ്യമില്ല, നീ ഭാരപ്പെടേണ്ട ആവശ്യമില്ല. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 89-ാം സങ്കീർത്തനം, ഹല്ലേലൂയ. 89-ാം സങ്കീർത്തനം 13-ാം വാക്യം വായിക്കുമ്പോൾ, 89-ാം സങ്കീർത്തനം 13-ാം വാക്യം, നിനക്ക് വീര്യമുള്ള ഒരു ഭുജമുണ്ട്, നിന്റെ കൈ ബലമുള്ളതും നിന്റെ വലം കൈ ഉന്നതവുമാകുന്നു. എത്ര ആശ്വാസത്തിൻ്റെ വചനങ്ങളാണ് ഇത് വർക്കാൻ നമുക്ക് കേൾക്കുവാൻ കഴിയുന്നത്. ഹല്ലേലൂയ. എന്താണ് അവിടെ വായിച്ചു കേട്ടത്? പ്രൈസ് ദി ലോർഡ്. നിനക്ക് വീര്യമുള്ള ഒരു ഭുജമുണ്ട്. ഭുജം അവൻ്റെ കരം. നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ബലമുള്ള കരമുണ്ട്, ഒരു ഭുജമുണ്ട്. ദൈവത്തിന് സ്തോത്രം. നിന്റെ കൈ ബലമുള്ളതും നിന്റെ വലം കൈ ഉന്നതവും ആകുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ കരം എങ്ങനെയുള്ളതാ? ബലമുള്ള കരമാണ്. ആ ബലമുള്ള കരം നീട്ടിയാണ് ഈ ദൈവം എൻ്റെയും നിങ്ങളെയും പിടിക്കുന്നത്. അവരിവൻ ആ ദൈവത്തിൻ്റെ കരങ്ങളിൽ നമുക്ക് മുറുകെ പിടിക്കാം.
നമുക്ക് ശക്തിയോടെ മുന്നേറുവാൻ ദൈവത്തിന് സ്തോത്രം ചെയ്തു. ഹല്ലേലൂയ. അതാണ് സങ്കീർത്തനക്കാരനോട് പറയുന്നത്. എന്താ? നിനക്ക് വീര്യമുള്ള ഒരു ഭുജമുണ്ട്. വീര്യം പ്രവർത്തിക്കുവാൻ, അത്ഭുതം പ്രവർത്തിക്കുവാൻ, നമ്മുടെ വിഷയത്തിനുമേൽ, നമ്മുടെ ആവശ്യങ്ങളുമേ, നാം ഭാരപ്പെടുന്നതായ, നാം വേദനിക്കുന്നതായ ഏത് വിഷയത്തിനും മേലും ദൈവത്തിന് ബദൽ ഇന്ന് വരക്കാലം നീ അറിഞ്ഞുകൊള്ളണം, നീ ചിന്തിച്ചു കൊള്ളണം. നിനക്ക് വേണ്ടി വീര്യം പ്രവർത്തിക്കുന്നതായ ഒരു വീര്യമുള്ള കരമുണ്ട്. ഏത് വിഷയത്തിന് ഭാരപ്പെടുന്നു, ഏത് വിഷയം നീ വലയുന്നു, ഹല്ലേലൂയ, ഇന്ന് വരക്കാലം ഒരു വീര്യമുള്ള കരം അവനിൽ ആശ്രയിക്കുക, ദൈവത്തിൽ ചാരുക, ദൈവത്തിൽ അഭയം പ്രാപിക്കുക, അവൻ്റെ മുഖത്തേക്ക് നോക്കുക. ഇന്ന് വരക്കാലം ധൈര്യത്തോടെ മുന്നേറുവാൻ കഴിയുമോ? ഇന്ന് വരക്കാലം ബലത്തോടെ ആയിരിക്കാൻ കഴിയുമോ? ഹല്ലേലൂയ. അവൻ്റെ ബലമുള്ള കരം, അവൻ്റെ നീട്ടിയ കരം എനിക്കും നിങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കും. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അതുകൊണ്ട് ധൈര്യത്തോടെ മുന്നേറുക. പ്രൈസ് ദി ലോർഡ്. ബലത്തോടെ മുന്നേറുവാൻ ദൈവാത്മാവ് ഈ വചനങ്ങൾ നമ്മളെ സഹായിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. പോകാം, ഇനി നമുക്ക് പോകാം, കുഞ്ഞാടിൻ്റെ പിന്നാലെ പോകാം. ഇന്ന് വരക്കാലം അവൻ്റെ പിന്നാലെ യാത്ര തുടരുവാൻ, അവൻ്റെ പിന്നാലെ പോകുക. ആ ദൈവത്തിന് മാറ്റമില്ലാത്ത വചനം ഇന്ന് വരക്കാലം ബലം പ്രാപിക്കട്ടെ, നാം ശക്തി പ്രാപിക്കട്ടെ. നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കരമുണ്ട്. ഈ ലോകത്തിലെ കരങ്ങളും ബന്ധുമിത്രാദികൾ കരങ്ങളും നാം ആശ്രയിക്കുവാൻ പറ്റിയ കരങ്ങളെല്ലാം നമുക്ക് വേണ്ടി പിന്മാറിപ്പോകുമ്പോൾ, അവരെല്ലാം ക്ഷീണിച്ചു പോകുമ്പോൾ, അവരുടെ കൈകളെല്ലാം താണിരിക്കുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, അവൻ്റെ വലങ്കരം നമുക്ക് വേണ്ടി വീര്യം പ്രവർത്തിക്കുന്നു. ഇന്ന് വരക്കാലം അവൻ്റെ വലങ്ങളിൽ നമുക്ക് ആശ്രയിക്കാം, അവൻ്റെ മാറിൽ നമുക്ക് ചാരാം, അവനിൽ നമുക്ക് കാര്യങ്ങൾ പറയുവാൻ. പ്രൈസ് ദി ലോർഡ്. വലത്തോട്ട് നോക്കി എന്ത് ചെയ്യണം? കാണണമേ, നിനക്ക് നിന്നെ സഹായിക്കുന്നവൻ, നിന്നെ രക്ഷിക്കുന്നവൻ, നിന്നെ വീണ്ടെടുക്കുന്നവൻ, നിന്റെ ആവശ്യമത്തെ, നിന്റെ ദുഃഖവേളയിൽ, നിന്റെ കണ്ണുനീരിൻ്റെ അവസ്ഥയിൽ, പ്രൈസ് ദി ലോർഡ്, നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം നിന്റെ വലത്തു ഭാഗത്തുണ്ട്. വലത്തോട്ട് നോക്കി കാണണമേ. ദൈവത്തെ ഇന്ന് വരക്കാലം അല്ലെങ്കിൽ ഈ സമയം, നിങ്ങൾ വചനം കേൾക്കുന്ന ഏത് സമയമാണ്, ആ സമയം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അവൻ്റെ വചനത്തിൽ ശക്തി ഏറ്റെടുക്കുക. ഇന്ന് വരക്കാലം നിന്റെ വലഭാഗെ അവൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ്. അവൻ നമുക്ക് വേണ്ടി, പ്രൈസ് ദി ലോർഡ്, മറ്റൊരു ഭാഗത്ത് വായിക്കുന്നുണ്ട്, പിതാവായ ദൈവത്തിൻ്റെ വലത്തു ഭാഗത്താണ് പുത്രനായ ക്രിസ്തു നമുക്ക് വേണ്ടി ഇരിക്കുന്ന. എന്തിനു വേണ്ടി? നമുക്ക് വേണ്ടി വാദിച്ചുകൊണ്ടിരിക്കുക. ഒരു നല്ല അഡ്വക്കറ്റായി പിതാവാം ദൈവത്തിൻ്റെ വലത്തു ഭാഗത്ത് പുത്രനായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി എന്ത് ചെയ്യേണ്ടത്? നമുക്ക് വേണ്ടി വാദിക്കുന്നു. ഈ പരക്കാലം ധൈര്യത്തോടെ മുന്നേറുക. കലങ്ങിപ്പോകല്ലേ, തകർന്നു പോകല്ലേ, ഉടഞ്ഞു പോകല്ലേ. ഒരു വീര്യമുള്ള കരം, നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതായ ഒരത്ഭുതത്തിൻ്റെ കരം, ഒരു മുറിഞ്ഞ കരം, ആണിപ്പോഴുള്ള കരം ഈ പരക്കാലം നമ്മളെ ആശ്വസിപ്പിക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥപിതാവേ, പ്രിയരി സമയത്തിനായി നന്ദി. ഭൂമിയുടേതായ ഏറ്റവും മുതൽ എവിടെ വരെ ഇന്ന് കർത്താവേ ദൈവം ആരൊക്കെ ശ്രദ്ധിക്കുന്നോ കേൾക്കുന്നു, ഇന്ന് വരക്കാലം അല്ലെങ്കിൽ ഈ സമയം അവരോട് സംസാരിക്കുമാറാകണമേ. വലത്തോട്ട് നോക്കി കാണുവാൻ, വലത്തു ഭാഗത്തേക്കുന്ന ദൈവത്തിനെ കാണുവാൻ, അവൻ്റെ വീര്യമുള്ള കരം, അവൻ്റെ വലം കൈ ഇന്ന് വരക്കാരനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുള്ള അപൂർണ്ണ വിശ്വാസത്തോട് മുന്നേറുവാൻ ഈ ജനത്തെ അവർ ഒരുക്കിയെടുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കല്ലുണ്ട്, മുള്ളുണ്ട്, ഹാലിന് പള്ളുണ്ട് ഈ നാട്ടിൽ, എങ്കിലും ബലമുള്ള കരം, ആശ്വാസന കരം, തലോടുന്ന കരം ഇന്ന് വരക്കാർ ഞങ്ങൾക്ക് വേണ്ടി ഉള്ളതിനാൽ ഞങ്ങൾ നന്ദിയോടെ തൃക്കരങ്ങൾ കേൾപ്പി ജനത്തെ പറ്റും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നപ്പോൾ അവരനുഭവിക്കുന്ന ആ ക്ലേശങ്ങളിൽ നിന്നും, ദുരിതങ്ങളിൽ നിന്നും, വേദനകളിൽ നിന്നും സ്വർഗ്ഗവരെ രക്ഷിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നിങ്ങളുടെ വിഷയങ്ങൾ അറിയിക്കുക. നാളെ കാണുന്ന മേൽവിലാസിൽ അല്ലെങ്കിൽ ആ ഫോൺ നമ്പറിൽ വിളിക്കുക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരുക്കമുള്ളതാണ്. കർത്താവായ യേശു ക്രിസ്തു ഈ വചനങ്ങളാൽ നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.